ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 6ാം ക്ലാസ്സിലെ SSCRT SS സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 3 രാഷ്ട്രവും ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. ഇതിൽ വരുന്ന എക്സ്ട്രാ ഫാക്ട്സ് ഞാൻ പറഞ്ഞു പോകും. എക്സ്ട്രാ ഫാക്റ്റ് അറിയില്ലാത്തവരൊന്ന് എഴുതിയെടുത്ത് നോട്ടാക്കി എഴുതി വയ്ക്കുക. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ആൻ ഫ്രാങ്കിൻ്റെ ഒരു ഡയറിയെക്കുറിച്ചാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേരാണ് കിറ്റി എന്ന് പറഞ്ഞു. ആൻ ഫ്രാങ്ക് ആരാണെന്ന് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഹിറ്റ്ലറുടെ ഈ ഒരു ജൂതന്മാരെ കൂട്ടത്തോടെ വംശഹത്യ ചെയ്യുന്ന ആ നടപടിയിൽ പേടിച്ച് ഒളിച്ച് താമസിച്ചിരുന്ന ഒരു ജൂത കുടുംബമായിരുന്നു നമ്മുടെ ആൻ ഫ്രാങ്ക്. അപ്പോൾ ആൻ ഫ്രാങ്ക് ഒളിച്ച് താമസിച്ചിരുന്ന സമയത്ത് എഴുതിയ ഡയറി കുറിപ്പുകളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ആ ഡയറി കുറിപ്പുകൾ എഴുതി ആ ഡയറിയെ വിളിച്ച പേരാണ് കിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഈ ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജർമ്മനി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, ജർമ്മനി 1ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ജർമ്മനിക്ക് എന്ത് ചെയ്തു, ഒരു സന്ധിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു. ആ സന്ധിയുടെ പേരെല്ലാവർക്കും അറിയാമായിരിക്കും, വേഴ്സായി സന്ധി. അപ്പോൾ ഈ സന്ധി പ്രകാരം ജർമ്മനിക്ക് എന്ന് പറഞ്ഞാൽ കുറേ നഷ്ടങ്ങൾ വന്നു. അതായത് ജർമ്മനിയുടെ കോളനികൾ ഈ സഖ്യകക്ഷികൾ വീതിച്ചെടുത്ത് യുദ്ധത്തിന് നഷ്ടപരിഹാരമായിട്ട് ജർമ്മനി ഒരു വലിയ തുക തന്നെ എന്ത് ചെയ്തു, അവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കുറേ ഒരു തുക കൊടുക്കേണ്ടി വന്നു, കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ജർമ്മനിയിലെ കുറേ നല്ല സമ്പന്നമായിട്ടുള്ള ഖനിപ്രദേശങ്ങൾ ജർമ്മനിക്ക് നഷ്ടമായി. കുറ്റം മൊത്തവും, അതായത് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ കുറ്റം മൊത്തവും ആരുടെ കീഴിലായി, നമ്മുടെ ജർമ്മനിക്കിടെ മുകളിലായി. അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധി ഉണ്ടായി, രാഷ്ട്രീയ അസ്ഥിരത, അങ്ങനെ ജർമ്മനിയുടെ നില തന്നെ സാമ്പത്തികമായും സാംസ്കാരികമായും ആയിട്ടുള്ള ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു നില തന്നെ ഭയങ്കരമായിട്ട് പരിങ്ങലിലായിട്ട് മാറി. അപ്പോൾ ഈ അവസരം മുതലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് വീഴ്ത്താൻ പറ്റിയ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഈ സംഘടനാ പാഠവും ഉണ്ടായിരുന്നു, അതുപോലെ നന്നായിട്ട് പ്രസംഗിക്കാനും അറിയായിരുന്നു. അങ്ങനെ അതൊക്കെ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്തു, അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, നാസി പാർട്ടി. ആ നാസി പാർട്ടിയിലെ നേതാവായി. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു അധികാരം ആര് പിടിച്ചടക്കി, നമ്മുടെ ഹിറ്റ്ലർ ജർമ്മനിയുടെ അധികാരം പിടിച്ചടക്കി. ആ സമയത്ത് എന്ത് ചെയ്തു, ആ സമയത്ത് ജർമ്മനിയിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട്, അതുപോലെ ജൂതരും ഉണ്ട്, ജനാധിപത്യവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ അതായത് ഹിറ്റ്ലർക്ക് എതിരായി നിൽക്കുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ കൊന്നെടുക്കുക എന്നുള്ളൊരു ഭരണതന്ത്രമാണ് എന്ത് ചെയ്തു, ഈ നമ്മുടെ ഹിറ്റ്ലർ സ്വീകരിച്ചത്. അപ്പോൾ ജർമ്മനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു തടസ്സങ്ങൾക്കും അല്ലെങ്കിൽ ജർമ്മനിക്കുണ്ടായ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതയ്ക്കൊക്കെ കാരണം നമ്മുടെ ജൂതന്മാരാണെന്ന് വിചാരിച്ച് ഇതിൻ്റെ എല്ലാ ഉത്തരവാദികൾ ആരാണെന്ന് നമ്മുടെ ഹിറ്റ്ലറുടെ നാസി പാർട്ടി ആരോപിച്ചു, ജൂതന്മാരാണെന്ന് അങ്ങനെ വാദിച്ചു. അതുകൊണ്ട് ജൂതന്മാരെ കൂട്ടത്തോടെ വംശഹത്യ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ജൂതന്മാരെയൊക്കെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു, ഒരു ക്യാമ്പിൽ ആക്കി. ആ ക്യാമ്പിൻ്റെ പേരാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അതിന് ഹോളോകാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഹോളോകാസ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇവരെയൊക്കെ ഗ്യാസ് ചേമ്പറിനുള്ളിൽ വെച്ച് കൊന്നൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പട്ടിണിക്കിടുക, പല പീഡന മുറകളുണ്ടാക്കുക, സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുറേ ക്രൂരതകൾ നമ്മുടെ ഈ ജൂതന്മാരോട് ആര് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഹിറ്റ്ലറാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി ഒരു സൈന്യത്തിനെ രൂപീകരിച്ചു. ആ രൂപീകരിച്ചാണ് തവിട്ട് കുപ്പായക്കാരെന്നറിയപ്പെടും. പിന്നെ ഗെസ്റ്റപ്പോ എന്ന് പറഞ്ഞൊരു തരം രഹസ്യ പോലീസിനെ എന്ത് ചെയ്തു, ഹിറ്റ്ലർ എന്ത് ചെയ്തു, പിന്നെ രൂപീകരിച്ചു. അങ്ങനെ ഹിറ്റ്ലറുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പരിശുദ്ധമായിട്ടുള്ള വർഗം എന്ന് പറഞ്ഞാൽ ആര്യന്മാരാണ്. അതുകൊണ്ട് ആര്യന്മാരാണ് ഈ ലോകം മൊത്തം ഭരിക്കേണ്ടത്, ജർമ്മൻകാരാണ് ആര്യന്മാരെന്ന് വിശ്വസിച്ചു. ജൂതന്മാരൊന്നും ആര്യന്മാരല്ല, ജർമ്മൻകാർ മാത്രമാണ് ആര്യന്മാരാണെന്ന് വിശ്വസിച്ച ഒരു വ്യക്തി കൂടിയായിട്ടായിരുന്നു നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഹിറ്റ്ലർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹിറ്റ്ലറുടെ നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെ എന്ത് ചെയ്തു, നിരോധിച്ചു. ഭയങ്കരമായിട്ടുള്ള അക്രമപരമായിട്ടുള്ള ഒരു നയമാണ് ആര് സ്വീകരിച്ചിരുന്നത്, നമ്മുടെ ഹിറ്റ്ലർ സ്വീകരിച്ചിരുന്നത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഈ ജൂതന്മാരെ കൊന്നൊടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്ത്, ഈ ആൻ ഫ്രാങ്കിനെ പോലെ കുറേ കുടുംബങ്ങൾ ഇതുപോലെ പറ്റുന്ന രീതിയിൽ ഒളിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു, ഹിറ്റ്ലറുടെ ഈ ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന പോലീസുകാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒളിച്ച് കഴിഞ്ഞിരുന്ന സമയത്തായിരുന്നു ഈ ആൻ ഫ്രാങ്ക് എന്ത് ചെയ്തു, ആ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം അവളുടെ ഡയറിയിൽ എഴുതിയത്. എന്നിട്ട് ആ ഡയറിയാണ് എന്തായിട്ട് വിളിച്ചത്, കിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ ആൻ ഫ്രാങ്കിനെ പിന്നെ ഹിറ്റ്ലറിൻ്റെ പോലീസുകാരും ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടത്, ഹിറ്റ്ലറുടെ പോലീസ് ആരാണ്, ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന പോലീസുണ്ട്, പിന്നെ സൈന്യമുണ്ട്. സൈന്യം എന്താണ്, തവിട്ട് കുപ്പായക്കാരെന്നറിയപ്പെടുന്നു. പിന്നെ ഈ ജൂതന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ സ്ഥലത്തിൻ്റെ പേര് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നറിയപ്പെടും. അതിനെ കോളോ കാസ്റ്റ് എന്നറിയപ്പെടും. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും എക്സ്ട്രാ ഫാക്റ്റ് ഞാൻ പറഞ്ഞാണ് ഈ ആൻ ഫ്രാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ ഫാക്റ്റ്. അപ്പം നമ്മൾ ആൻ ഫ്രാങ്കിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് രാഷ്ട്രത്തിനെ കുറിച്ചും രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിനെ കുറിച്ചുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കേണ്ടത് ആരാണ്, രാഷ്ട്രമാണ്. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് എന്ത് ചെയ്യുവാണ്, സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് ആരാണ്, രാഷ്ട്രമാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് രാഷ്ട്രം, രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ എന്താണ് രാഷ്ട്രം. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് രൂപീകരിച്ചത്, ജനങ്ങൾ രൂപീകരിച്ച ഒരു ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് രാഷ്ട്രം, ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. എന്താണ് രാഷ്ട്രം, രാഷ്ട്രത്തിൻ്റെ ഡെഫിനിഷനാണ് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരും അല്ലെങ്കിൽ അധിവസിക്കുന്നവരും, അതിനെന്ത് വേണം, പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ്റും കൂടിയുള്ള ഒരു ജനതയുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, രാഷ്ട്രമെന്ന് വിളിക്കാം. ഇനി രാഷ്ട്രം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്, ജനസംഖ്യ വേണം, ഭൂപ്രദേശം വേണം, ഗവൺമെൻറ് വേണം, പരമാധികാരം. ഇത്രയും 4 ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ എന്തായി മാറുള്ളൂ, രാഷ്ട്രമായിട്ട് മാറുള്ളൂ. എന്താണ് ഇനി രാഷ്ട്രത്തിൻ്റെ ചുമതല, രാഷ്ട്രത്തിൻ്റെ ചുമതലകളെന്ന് പറഞ്ഞാൽ എന്താണ്, നിയമങ്ങൾ നിർമ്മിക്കുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. പിന്നെ എന്താണ്, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അല്ലേ. അപ്പോൾ എന്താണ് രാഷ്ട്രത്തിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ, നിയമങ്ങൾ നിർമ്മിക്കുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, പിന്നെ എന്താണ്, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. പിന്നെ എന്താണ്, രാഷ്ട്രത്തോട് ഇപ്പോൾ ഇത്രയൊക്കെ രാഷ്ട്രം നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തോട് നമുക്കും ചില പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവചിച്ചു തരുന്നതും ആര് തന്നെയാണ്, രാഷ്ട്രം തന്നെയാണ്. ഇനി രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് രാഷ്ട്രത്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനം, രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് ആരാണ്, എവിടെയാണ്, പുരാതന ഗ്രീസിലാണ് ആരംഭം കുറിച്ചത്. ഇനി ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നഗരരാഷ്ട്രങ്ങളാണ്. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകം ചോദിച്ചാൽ എന്ത് നമുക്ക് പറയണം, നഗരരാഷ്ട്രങ്ങൾ. ഇനി ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചിന്തകന്മാരുണ്ട്. ആ ചിന്തകന്മാരാരൊക്കെയാണ്, ഗ്രീക്ക് ചിന്തകന്മാരായിട്ടുള്ള സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇനി ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് നമ്മുടെ ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലിനെ എന്തെന്ന് അറിയപ്പെടുന്നു, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. കൂടാതെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരും കൂടിയാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ്, ഇനി അടുത്ത് പഠിക്കേണ്ടത് സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദം, റോമാക്കാരാണെങ്കിൽ സിവിറ്റാസ് എന്ന പദം ഉപയോഗിച്ചു. അപ്പോൾ ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ എന്താ പദമാണ് ഉപയോഗിച്ചത്, പോളിസ് എന്നും, റോമാക്കാരാണെങ്കിൽ എന്താ പദമാണ് ഉപയോഗിച്ചത്, സിവിറ്റാസ് എന്ന പദം ഉപയോഗിച്ചു. ഇനി ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആരാണ്, ഇറ്റാലിയൻ തത്വചിന്തകനായിട്ടുള്ള നിക്കോളോ മാക്കിയവെല്ലിയാണ്.
ഇനി ജർമ്മനിയിലെ ഒരു പുരാതനമായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമായിരുന്നു ടൂട്ടോണിക്. അപ്പോൾ ഈ ടൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പദമായിരുന്നു സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. ഇനി രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വേണ്ട എന്താണ്? ജനസംഖ്യ. നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ വേണ്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ജനസംഖ്യ വേണമെന്ന് പറഞ്ഞു. അപ്പം ജനസംഖ്യ എന്താണ്? ഒരു ജനങ്ങളില്ലാതെ ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് എന്താണ് നിലനിൽപ്പില്ല. ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രം ആവത്തുള്ളൂ. അപ്പോൾ എന്നാൽ പക്ഷെ ജനസംഖ്യ വേണമെന്നേ ഉള്ളൂ. ഇത്ര ജനസംഖ്യ വേണം, ഇത്ര എണ്ണം ആൾക്കാർ വേണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ജനസംഖ്യ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ലിമിറ്റ് ഇതുവരെയും എന്താണ് ഇത്ര ജനസംഖ്യ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ്? പിന്നെ ഈ ജനങ്ങളുടെ തന്നെ എന്താണ് പല മതത്തിലുള്ള പല വർണ്ണത്തിലുള്ള വർഗത്തിലുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ ഘടകമായിട്ട് എങ്ങനെയാണ് ഒരു ജനസംഖ്യ മാറുക എന്ന് പറഞ്ഞാൽ അവർ പരസ്പരമായിട്ട് ആശ്രയിക്കണം, പൊതു താല്പര്യം ഉണ്ടായിരിക്കണം, പൊതുബോധം എന്നിവയെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ജനങ്ങളെ രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമായിട്ട് മാറുന്നത്. ഇനി ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പിന്നെ രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉൾപ്പെടാം. അത് ശരിയാണ്. ട്രൂ ഓർ ഫാൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. രാഷ്ട്രത്തിൻ്റെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉൾപ്പെടാം. പിന്നെ ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. പിന്നെ എന്താണ്? ഒരിക്കലും ജനങ്ങളില്ലാതെ എന്ത് പറ്റത്തില്ല, ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരിക്കലും ഒരു രാഷ്ട്ര രൂപീകരണത്തിന് ഇത്ര എണ്ണം പോപ്പുലേഷൻ വേണം, ഇത്ര എണ്ണം ജനസംഖ്യ വേണമെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ജനസംഖ്യ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഭൂപ്രദേശം. ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിന് ജനസംഖ്യ മാത്രം പോരല്ലോ, ഇനി അത് ആ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുറ്റുപാടും കൂടി വേണം. അപ്പോൾ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കുന്ന ഒരു ഭൂപ്രദേശം അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ്? ഒരു വിസ്തൃതി. അതുപോലെ ജനസംഖ്യയ്ക്ക് തന്നെ എത്രയും ജനസംഖ്യ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ഭൂപ്രദേശത്തിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വിസ്തൃതി വേണമെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ജനസംഖ്യ പോലെ തന്നെ ഭൂപ്രദേശത്തിന് വിസ്തൃതി ഫിക്സഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു മേഖലയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ കര, ജലം, വായു, തീരപ്രദേശ മേഖലകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ആധുനിക രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ വളരെ വിസ്തൃതിയുള്ള രാഷ്ട്രങ്ങളാണെന്ന് നമുക്ക് നോക്കി കാണുമ്പോൾ അറിയാൻ പറ്റും. ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂപ്രദേശം എന്നാണ്. ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ. കര, വായു, ജല, തീരപ്രദേശ മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഭൂപ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രദേശത്തിൻ്റെ വലിപ്പം രാഷ്ട്ര രൂപീകരണത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായിട്ട് നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം ആവശ്യമാണ്. ഇപ്പോൾ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഒരു സ്ഥിരമായിരിക്കണം, കൃത്യമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പ്രദേശം അനിവാര്യമാണ്. പക്ഷേ ഇത്രയൊരു വിസ്തൃതമായിട്ടുള്ളൊരു പ്രദേശം, ഇത്രയും ഫിക്സഡ് ആയിട്ടുള്ള ഒരു വിസ്തൃതി വേണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇനി ജനങ്ങൾ അതിരുകളോടുകൂടിയ ഭൂപ്രദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോൾ രാഷ്ട്രം രൂപീകരിക്കപ്പെടും. ഇത്രയും പറയുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്. അതിനു മുൻപ് നമുക്ക് പറയേണ്ടത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ദക്ഷിണ സുഡാനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ദക്ഷിണ സുഡാൻ എന്നാണ് രൂപീകരിച്ചതെന്ന് വർഷങ്ങൾ അറിയാമോ? 2011 ദക്ഷിണ സുഡാൻ രൂപീകരിച്ചത്. ഇനി ദക്ഷിണ സുഡാൻ്റെ അതിർത്തികൾ പറയാം. ഏതൊക്കെയാണ്? വടക്കെന്ന് പറഞ്ഞാൽ സുഡാൻ വരുന്നുണ്ട്, തെക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ. ഒന്ന് ഓർത്ത് വയ്ക്കുക. തെക്ക് ആരൊക്കെയാണ് വരുന്നത്? ദക്ഷിണ സുഡാൻ്റെ വടക്ക് സുഡാൻ വരുന്നു, തെക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ. കിഴക്ക് വരുന്നത് എത്യോപ്യ, പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഓക്കെ. അപ്പോൾ ദക്ഷിണ സുഡാൻ്റെ അതിർത്തി വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. വടക്ക് സുഡാൻ വരുന്നുണ്ട്, തെക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ വരുന്നുണ്ട്, കിഴക്ക് എത്യോപ്യ വരുന്നുണ്ട്, പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യം ചോദിച്ചാൽ അറിയാലോ,
നമ്മുടെ വത്തിക്കാൻ സിറ്റി. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഗവൺമെൻറ് എന്താണ് വേണ്ടത്? ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് വളരെ വലുതാണ്. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ എന്താണ് ഒരു ഗവൺമെൻറ് അത്യാവശ്യമാണ്. ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ളൊരു ബന്ധം എപ്പോഴും നല്ല രീതിയിൽ പോകണമെങ്കിൽ എന്ത് വേണം? ഒരു ഗവൺമെൻറ് വേണം. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം എന്താണ് ഒരു ഭൂപ്രദേശം ഒരിക്കലും രാഷ്ട്രമായിട്ട് മാറണമെന്നില്ല. അതായത് ജനങ്ങളുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും ഒരു പ്രദേശം എന്തായി മാറണമെന്നില്ല, ഒരു ആവണമെന്ന് ഇല്ല. പക്ഷേ അവിടുത്തെ വിഭവങ്ങളും ജനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഭൂപ്രദേശത്ത് എന്താണ് ധാരാളം വിഭവങ്ങളുണ്ടായിരിക്കും. ആ വിഭവങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഗവൺമെൻറ് വേണം, അല്ലേ? അപ്പോൾ അപ്പോൾ ഗവൺമെൻറ് എപ്പോഴും എന്താണ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ രാഷ്ട്രം എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും, അല്ലേ? ഒരു രാഷ്ട്രം എപ്പോഴും സ്ഥിരമായിരിക്കും. ആ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും എപ്പോഴും ചില സമയങ്ങളിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രം ഒരിക്കലും മാറത്തില്ല. ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പറഞ്ഞാൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ. ഈ രാഷ്ട്രത്തിൽ കുറേ നയങ്ങൾ രൂപീകരിക്കണം, അതെല്ലാം നടത്തിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി കൂടിയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. ഇനി ഗവൺമെൻറ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് ഒരു ഗവൺമെൻറ് കടമ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്? ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശബന്ധം, റോഡ്, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളിലെല്ലാം ആര് ശ്രദ്ധിക്കണം? നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ഇനി ഗവൺമെൻറ് ചുമതലകൾ എന്തൊക്കെയാണെന്ന് ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ചുമതലകളാണ് പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുക, രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുക, ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ ജനങ്ങളെയും വിഭവങ്ങളെ ഏകോപിപ്പിക്കുക, രാഷ്ട്രത്തിൻ്റെ ക്രമസമാധാനം, നിയമവാഴ്ച എന്നിവ നടപ്പിലാക്കുക, റോഡ്, പാലം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവ കൈകാര്യം ചെയ്യുക, രാഷ്ട്രത്തിന് വേണ്ടി എല്ലാ ചുമതലകളും നിർവഹിക്കുക. ആരാ ഇതൊക്കെ ചെയ്യേണ്ടത്? ഗവൺമെൻറ്റാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് പരമാധികാരമാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം. മറ്റാരുടെയും ഇടപെടലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആരുടെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന അധികാരം, അതാണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ. രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരം. ഒരു ഇടപെടലുകളും നടത്താൻ പാടില്ല. സമ്മർദ്ദങ്ങൾക്കൊന്നും വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിനെയാണ് എന്ന് പറയുന്നത് പരമാധികാരം എന്ന് പറഞ്ഞാൽ. ഒരു രാഷ്ട്രത്തിന് മാത്രമുള്ളൊരു സവിശേഷതയാണ് പരമാധികാരം. ഇപ്പം എക്സാമിന് ചോദിക്കാം, രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷത എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് പരമാധികാരം? നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. പരമാധികാരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കണം, രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളണം. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെ. അപ്പം എന്തിൽ കൂടെയാണ് രാഷ്ട്രം പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷിക്കുന്നതും? ഗവൺമെൻറ്റിൽ കൂടിയാണ്, അല്ലേ? അപ്പോൾ രാഷ്ട്രത്തിന് ചില ഘടകങ്ങളില്ലെങ്കിൽ രാഷ്ട്രത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല. ഏതൊക്കെ ഘടകങ്ങളാണ്? ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് എന്നിവ ഉണ്ടെങ്കിൽ പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല, അല്ലേ? അപ്പോൾ രാഷ്ട്രത്തിന് ഇല്ലെങ്കിൽ ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. പരമാധികാരമില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് ഇവയൊക്കെ ഉണ്ടെങ്കിലും എന്തും കൂടി ഉണ്ടായിരിക്കണം? പരമാധികാരം കൂടി ഉണ്ടായിരിക്കണം. എന്നാലേ രാഷ്ട്രത്തിന് ഉണ്ടാവുള്ളൂ? നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇനി പരമാധികാരം എന്തൊക്കെയാണ് പരമാധികാരത്തിൽ വരുന്നത് നോക്കിയേ. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ് എന്നിവയുണ്ടെങ്കിൽ പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പ് സാധ്യമല്ല. പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷിക്കുന്നതും ആരാണ്? ഗവൺമെൻറ്റാണ്.
ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് പരമാധികാരം. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ ഈ ഗവൺമെൻറ്റല്ലല്ലോ നമ്മുടെ എന്തായിരുന്നു രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ പറഞ്ഞു. ജനസംഖ്യ പറഞ്ഞു, ഭൂപ്രദേശം പറഞ്ഞു, ഗവൺമെൻറ് പറഞ്ഞു, പരമാധികാരമില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പ് ഇല്ല. ഇനി അടുത്ത് നമുക്ക് കുറച്ച് സിദ്ധാന്തങ്ങളാണ് പഠിക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തവും പ്രധാനമായിട്ടും 3 സിദ്ധാന്തങ്ങളാണുള്ളത്. ബലസിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം, സാമൂഹിക പരിണാമ സിദ്ധാന്തം. എന്താണ് ബലസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി രാഷ്ട്രം സ്ഥാപിച്ചതാണ് ബലസിദ്ധാന്തം. എന്താ സിദ്ധാന്തം? ശക്തരായിട്ടുള്ള ആൾക്കാർ അശക്തരായിട്ടുള്ളവരെ ബലപ്രയോഗത്തിലൂടെ എന്ത് ചെയ്തു? കീഴടക്കി സ്ഥാപിച്ചതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബലസിദ്ധാന്തം എന്ന് പറയാം. ഇനി സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ എങ്ങനെയാണ്? ജനങ്ങളുണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്, അല്ലേ? ജനങ്ങളുണ്ടാക്കിയ കരാറ് പ്രകാരം എന്തുണ്ടായി എന്നാണ് രാഷ്ട്ര രൂപീകരണം ഉണ്ടായി എന്ന് പറയുന്നത്. അത് കരാർ സിദ്ധാന്തം. ഇനി സാമൂഹിക പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല, ദീർഘകാലത്തെ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാക്കിയതല്ല രാഷ്ട്രം, ആരും നിർമ്മിച്ചതല്ല, പകരം എന്താണ് ദീർഘകാലം കൊണ്ട് ഇങ്ങനെ ഒരു പരിണാമം നടന്നിട്ട് ഉണ്ടായതാണ് രാഷ്ട്രം എന്ന് പറയുന്നതാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം. അപ്പോൾ പ്രധാനമായിട്ടും 3 സിദ്ധാന്തമുണ്ട്: ബലസിദ്ധാന്തം, കരാർ സിദ്ധാന്തം, സാമൂഹിക പരിണാമ സിദ്ധാന്തം. ഇനി ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ കുറച്ച് സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദൈവദത്ത സിദ്ധാന്തം. എന്താണ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവം അഥവാ മാനുഷിക ശക്തികളാണ് രാഷ്ട്രത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ദൈവം അഥവാ അമാനുഷിക ശക്തികളെ രാഷ്ട്രത്തെ നിർമ്മിച്ചു എന്നാണ്, അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആധിപത്യ സിദ്ധാന്തം. ആധിപത്യ സിദ്ധാന്തം എന്താണ്? പിതാവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന പുരുഷൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന കുടുംബമാണ് രാഷ്ട്ര രൂപീകരണത്തിന് കാരണമാകുന്നത്, അല്ലേ? ആധിപത്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന പുരുഷൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന കുടുംബ ക്രമത്തിന് എന്തെന്ന് പറയുന്നു? രാഷ്ട്ര രൂപീകരണത്തിന് കാരണമായി എന്ന് പറയുന്നു. ഇനി ആധിപത്യ സിദ്ധാന്തം. മൂന്ന് സിദ്ധാന്തങ്ങൾ പറഞ്ഞു. ഒന്ന് ദൈവസിദ്ധാന്തം, ആധിപത്യ സിദ്ധാന്തം. മൂന്നാമത്തെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആധിപത്യ സിദ്ധാന്തം. എന്താ ആധിപത്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന കുടുംബക്രമമാണ് രാഷ്ട്ര രൂപീകരണത്തിന് കാരണം. അങ്ങനെ പ്രധാനമായിട്ട് 3 സിദ്ധാന്തങ്ങളാണ് ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവദത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം അഥവാ അമാനുഷിക ശക്തികൾ രാഷ്ട്രത്തെ സൃഷ്ടിച്ചു. പിന്നെ ആധിപത്യ സിദ്ധാന്തം പിതാവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന പുരുഷൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഒരു കുടുംബക്രമം കൊണ്ട് രാഷ്ട്രം രൂപീകരിച്ചു. പിന്നെ ആധിപത്യം എന്ന് പറയുമ്പോൾ എന്താ? മാതാവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന കുടുംബക്രമം എന്തുണ്ടാക്കി? രാഷ്ട്രം രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി പൊതുവെ അംഗീകരിക്കപ്പെട്ട ഈ സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും സിദ്ധാന്തങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താ? ബലസിദ്ധാന്തം പറഞ്ഞു, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം പറഞ്ഞു, സാമൂഹിക പരിണാമ സിദ്ധാന്തം പറഞ്ഞു, ദൈവദത്ത സിദ്ധാന്തം പറഞ്ഞു, ആധിപത്യ സിദ്ധാന്തം, ആധിപത്യ സിദ്ധാന്തം പറഞ്ഞു. ഇത്രയും സിദ്ധാന്തങ്ങൾ പറഞ്ഞുവെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തം ചോദിച്ചാൽ ഏത് സിദ്ധാന്തം മാത്രമേ ഉള്ളൂ? സാമൂഹിക പരിണാമ സിദ്ധാന്തം. അപ്പോൾ ഈ ഒരു സിദ്ധാന്തപ്രകാരം, സാമൂഹിക പരിണാമ സിദ്ധാന്തപ്രകാരം എന്താ? രാഷ്ട്രം എന്താണ്? ആരുടെയും നിർമ്മിതിയല്ല, ദീർഘകാലത്തെ ഒരു പരിണാമം കൊണ്ട് നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ് എന്താണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ. ഇനി ടീച്ചേഴ്സ് ടെസ്റ്റിൽ കുറച്ച് ഈ സിദ്ധാന്തത്തിനെ കുറിച്ച് എക്സ്ട്രാ കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സാമൂഹിക പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ധാരാളം ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ബന്ധുത്വം പറയുന്നുണ്ട്, മതം പറയുന്നുണ്ട്, ശക്തി പറയുന്നുണ്ട്. പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, രാഷ്ട്രീയ ബോധം പറയുന്നുണ്ട്. ആദ്യം ബന്ധുത്വം പറയാം. മനുഷ്യരുടെ സംഘടിത ജീവിതത്തിൻ്റെ തുടക്കം കുടുംബ രൂപീകരണമാണ്. കുടുംബം സമൂഹ സൃഷ്ടിക്കും, സമൂഹം ക്രമേണ രാഷ്ട്ര രൂപീകരണത്തിനും കാരണമായി. നെക്സ്റ്റ്
പൂർവികരെ ആരാധിക്കുന്നതും അതിശക്തരെ നേതൃത്വനിരയിൽ അവരോധിക്കുന്നതും മതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി. ശക്തിയുള്ളവർ ഗോത്രത്തലവന്മാരാവുകയും അവരുടെ ആചാരങ്ങൾ മതമെന്ന സാമൂഹിക ക്രമമായി വളരുകയും ക്രമേണ മതത്തിൻ്റെ ചട്ടക്കൂടിൽ രാഷ്ട്രം രൂപപ്പെടുകയും ചെയ്തു. ശക്തി, നെക്സ്റ്റ് ശക്തിയാണ് പറയുന്നത്. ശക്തി മനുഷ്യനെ അധികാരത്തിലേക്ക് നയിക്കുന്നു. അധികാരം പദവിയിലേക്കും, പദവിയും അധികാരം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത്തരം സംഘർഷങ്ങൾ പൊതു താല്പര്യങ്ങളുടെ രൂപീകരണത്തിനും ഐക്യത്തിനും കാരണമാകുന്നു. ക്രമേണ അവ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും ഫസ്റ്റ് വൺ ബന്ധുത്വം, നെക്സ്റ്റ് മതം, ശക്തി. ഇനി അടുത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്. വേട്ടയാടി നടന്ന മനുഷ്യർ കൃഷിയിലൂടെ സ്ഥിരതാമസം ആരംഭിച്ചാണ് തൊഴിൽ വിഭജനം സാധ്യമാക്കിയത്. അറിയാലോ, ഫസ്റ്റ് എന്തായിരുന്നു, അവർ വേട്ടയാടി കിഴങ്ങുകളും മറ്റു പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് നടന്നു. പിന്നെ പതുക്കെ പതുക്കെ എന്താണ്, കൃഷി നടത്തിയപ്പോൾ അവർ സ്ഥിരമായിട്ട് അവർക്ക് താമസിക്കേണ്ടി വന്നു. പിന്നെ പതുക്കെ പതുക്കെ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഓരോ തൊഴിലുകൾ വ്യത്യാസം വന്നു. അപ്പോൾ തൊഴിലനുസരിച്ച് തൊഴിൽ വിഭജനം ഉണ്ടായി. അങ്ങനെ എന്താണ്, അപ്പോൾ ഈ തൊഴിൽ വിഭജനം ഉണ്ടായ സമയത്ത് ഈ ജനങ്ങളെ തന്നെ, മനുഷ്യരെ തന്നെ പല പല ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ പല പല തട്ടുകളായിട്ട് തിരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ചൂഷണങ്ങൾക്കായിട്ട് ചൂഷണ വിധേയരായി, അതായത് ശക്തർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വർഗമായിട്ട് തന്നെയാണ് ഒരു വിഭാഗം ക്രമേണ മാറുകയുണ്ടായി. ശക്തരായിട്ടുള്ള ആൾക്കാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയ ഒരു വിഭാഗം താഴെത്തട്ടിലോട്ട് ഉണ്ടായി. അങ്ങനെ അപ്പോൾ സംഘർഷങ്ങളുണ്ടായപ്പോൾ നിയമവ്യവസ്ഥ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമായി മാറി. അങ്ങനെ പതുക്കെ മാറി, രാഷ്ട്ര രൂപീകരണത്തിലോട്ട് വന്നു. ഇനി രാഷ്ട്രീയ ബോധം. ജനസംഖ്യയും സമ്പത്തും വർദ്ധിച്ചതോടെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന ആവശ്യം ശക്തമായി. അങ്ങനെ ജനങ്ങൾ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്നതിനും രാഷ്ട്രീയ സംഘടനകളുടെ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനും ഇത് കാരണമായി. ഇനി നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക് മാറി. അപ്പോൾ പണ്ട് കാടുകളിലൊക്കെ വസിച്ചിരുന്നവരായതുകൊണ്ട് പല പല ഗോത്രങ്ങളായിരുന്നു, ട്രൈബ്സ് എല്ലായിരുന്നു. അപ്പോൾ ആ ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് എങ്ങനെയാണ് ദേശരാഷ്ട്രത്തിലേക്ക് മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോത്ര രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അപ്പോൾ എന്താണ് ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത്? ഒരേ വംശത്തിലുള്ള ജനനം, പിന്നെ ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനം, ഇതെല്ലാം എന്തിലോട്ട് പോയി? ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. പിന്നെ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം, അതായത് ഗോത്ര രാഷ്ട്രങ്ങൾ ഉണ്ടാവാൻ കാരണമായി. ഇനി പൗരസ്ത്യ ഭരണ സംവിധാനം. എന്താണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതീര സംസ്കാര കേന്ദ്രങ്ങളായ മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, സിവിലൈസേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിവിലൈസേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ചൈനീസ് സിവിലൈസേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സിവിലൈസേഷൻസ് ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഈ സമയത്ത് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു സംസ്കാരങ്ങളൊക്കെ ഈ സിവിലൈസേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ഈ ജനങ്ങൾ എങ്ങനെയുള്ള ജീവിതമാണ് അവർ നയിച്ചിരുന്നത്? നാഗരിക ജീവിതം അല്ലേ, നാഗരിക ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ഇനി ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ എന്താണെന്ന് നോക്കാം. ആധുനിക രാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നതാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. അപ്പം ഇപ്പോൾ ഉള്ള ആധുനിക മോഡേൺ രാഷ്ട്രം ഉണ്ടല്ലോ, അപ്പം ആധുനിക രാഷ്ട്രത്തോട് ഏറ്റവും സാമ്യം ഉള്ളത് അല്ലെങ്കിൽ സാദൃശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളാണ്. എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്? ഏതൻസ്, സ്പാർട്ടയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി റോമൻ സാമ്രാജ്യം. റോമ സാമ്രാജ്യത്തിൽ നിലനിന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ റോമ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു? നമ്മുടെ ആധുനിക രാഷ്ട്രത്തോട് സമാനതയുള്ളതായിരുന്നു. ഇനി ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. എന്താണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ? റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. അപ്പോൾ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ടു? റോമ സാമ്രാജ്യം തകർന്നു, അപ്പോൾ അതിനെ തുടർന്ന് രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ.
ഫ്യൂഡലിസമായിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത ചോദിച്ചത് എന്താണ്? ഫ്യൂഡലിസം ആയിരുന്നു. ഇവിടെ രാജാവ്, പ്രഭുക്കന്മാർ, കർഷകർ എന്നിങ്ങനെ ഒരു അധികാര ശ്രേണി, ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു അധികാര ശ്രേണി ഉണ്ടായിരുന്നു. അതായത് എന്താണ്? രാജാവ് കഴിഞ്ഞ് പ്രഭുക്കന്മാർ, കർഷകർ, അങ്ങനെ ഒരു രീതിയായിരുന്നു. ഏറ്റവും കൂടുതൽ അധികാരം എന്താണ്? ഏറ്റവും കൂടുതൽ അധികാരം ആർക്കായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു. രാജാവിന് അധികാരം എന്താണ്? വളരെ പരിമിതമായിരുന്നു. രാജാവിൻ്റെ അധികാരം പരിമിതമായിരുന്നു. കൂടുതലും ഭരിച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു ഭരണാധികാരം നടത്തിയിരുന്നത്. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം ഉണ്ടായത്. അപ്പം ഒരു തുണ്ട് ഭൂമി, ഫ്യൂഡ് എന്ന് പറയാം. അപ്പം ഒരു തുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഫ്യൂഡ് എന്ന് പറയും. അത് ജർമ്മൻ പദമാണ്. ഈ ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ ഫ്യൂഡലിസം എവിടെയാണ് നിലനിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. ഇനി ദേശരാഷ്ട്രങ്ങൾ. എന്താ ദേശരാഷ്ട്രം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ ആധുനികമായിട്ടുള്ള ദേശരാഷ്ട്രങ്ങൾ എവിടെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? യൂറോപ്പിലാണ് എന്താണ് ഈ ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടത്. ഇനി നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹിക ഘടനയിൽ മാറ്റങ്ങളുണ്ടായി. വ്യാവസായിക വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം എന്നിവ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ ദേശരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ യൂറോപ്പിലാണ്. പിന്നെ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹിക ഘടനകൾ കുറേ മാറ്റങ്ങളുണ്ടാക്കി. പിന്നെ കുറേ വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടായി. വ്യാവസായിക വിപ്ലവം ഉണ്ടായി. ദേശീയ ബോധം, കോളനിവൽക്കരണം എന്നിവ എന്താണ് ദേശരാഷ്ട്രങ്ങൾ നന്നായിട്ട് വളരാൻ കാരണമായി. ക്രമേണ എന്ത് ചെയ്തു? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം ഈ ഇത്രയും ഘടകങ്ങൾ വെച്ചിട്ട് എന്തായി? എന്ത് നിലയിൽ വന്നു? ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? നവോത്ഥാനമാണ്. എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. എന്താണ് നവോത്ഥാനം? നവോത്ഥാനത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തുണ്ടായിട്ടുള്ള ഒരു പുത്തൻ ഉണർവിനെ എന്തെന്ന് പറയാം? നവോത്ഥാനം എന്ന് പറയാം. മതപരമായ ആശയങ്ങളാൽ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത. അപ്പോൾ ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ മതപരമായ ആശയങ്ങളൊക്കെ മനുഷ്യർക്ക് പ്രാമുഖ്യം കിട്ടി, മനുഷ്യർക്ക് പ്രാധാന്യം കിട്ടി എന്നതാണ് ഈ നവോത്ഥാന പീരീഡിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ പീരീഡിൽ കുറച്ച് വിദഗ്ധരായിട്ടുള്ള കുറച്ച് ചിന്തകന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാകാരന്മാരുണ്ടായിരുന്നു. അതിൽ കുറച്ച് കലാകാരന്മാരായിരുന്നു പെട്രാക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ ഈ മേഖലയിൽ ഉണ്ടായവരായിരുന്നു. നമ്മൾ നവോത്ഥാനം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? രാഷ്ട്രവും ഗവൺമെൻറ്റും അവയുടെ പരസ്പര ബന്ധുവാണ്. അപ്പോൾ രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് നോക്കാം. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് എന്തുണ്ടായിരിക്കും? പരമാധികാരം ഉണ്ടായിരിക്കും, അല്ലേ? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ആ ബോക്സിൽ മറ്റേ ഈ ബുക്കിനകത്തുള്ള ബോക്സ് ഉണ്ടല്ലോ, അതിനകത്തൊന്ന് ഫില്ല് ചെയ്താൽ മതി. രാഷ്ട്രത്തിന് എന്തുണ്ട്? പരമാധികാരമുണ്ട്. ഗവൺമെൻറ് ആണെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ പോയിന്റ് വിശാലമായ സങ്കല്പം. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശാലമായ സങ്കല്പമാണ്. എന്നാൽ രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ്, രാഷ്ട്രത്തിൽ എന്ത് വരുന്നുണ്ട്? എല്ലാ ജനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രത്തിൻ്റെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ജനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് എന്താണ്? പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്, അല്ലേ? അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രത്തിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നത്. ഇനി രാഷ്ട്രത്തിൻ്റെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിര സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൽ എന്താണ്? ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ. ഇനി കുറച്ച് ഈ ഒരു ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ രാഷ്ട്രത്തിന് നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നയങ്ങളും മറ്റും നടപ്പിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത്? നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ: നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്.
ഉണ്ട്. ഗവൺമെൻറ് ഘടകങ്ങൾ എന്താണ്? നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. ഫസ്റ്റ് നിയമനിർമ്മാണ വിഭാഗം, അതായത് ലെജിസ്ലേറ്റർ. എന്താ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ? രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ. അല്ലേ? എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. ഇതാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ചുമതലകളെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നതിലൊരു പ്രധാന പങ്കും ആർക്കുണ്ട്? നിയമനിർമ്മാണ വിഭാഗത്തിനുണ്ട്. ഇനി അടുത്ത് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമനിർമ്മാണ സഭ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞു? നിയമങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. പിന്നെ എന്താണ്? ഭരണനിർവഹണം നടത്തുന്നതും ആരാണ്? ഈ കാര്യനിർവഹണ വിഭാഗമാണ്. അല്ലേ? ഇനി ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ആരാണ്? നമ്മുടെ ഈ വിഭാഗമാണ്. അല്ലേ? ഇനി അടുത്ത് പറയേണ്ടത് എന്താണ്? നീതിന്യായ വിഭാഗം. അല്ലേ? അപ്പം നീതിന്യായ വിഭാഗം എന്ത് പറയുന്നു? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു, തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നു. അല്ലേ? എന്തൊക്കെയാണ് നീതിന്യായ വിഭാഗം ചെയ്യുന്നത്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു, തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും ആരാണ്? നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? നമ്മുടെ നീതിന്യായ വിഭാഗമാണ്. മനസ്സിലായല്ലോ? ഇനി ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: നിയമനിർമ്മാണ വിഭാഗം കേവലം നിയമങ്ങൾ നിർമ്മിക്കാൻ മാത്രമുള്ളതല്ല, അവയുടെ വിവിധ പ്രവർത്തനങ്ങൾ ഒന്നു മാത്രമാണ് നിയമനിർമ്മാണം. കേട്ടോ? അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല, അവയ്ക്ക് കുറേ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നിയമനിർമ്മാണം എന്നാണ് പറയുന്നത്. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിൽ നിയമനിർമ്മാണ സഭ പങ്കുണ്ട്. ജനാധിപത്യവശവും തുറന്നതുമായ സംവാദങ്ങളുടെ വേദികളിൽ ഒന്നായി ഇത് കരുതുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരറിയാമല്ലോ, പാർലമെൻറ്റ്. എന്താണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമികമായ ധർമ്മം എന്ന് പറഞ്ഞാൽ? രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക. ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യയിൽ ഉള്ളത്. അല്ലേ? സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭ ചോദിച്ചാൽ എന്താണ്? സംസ്ഥാന നിയമസഭ. ഇനി കാര്യനിർവഹണ വിഭാഗം. രാജ്യത്ത് നിലവിലുള്ള ചട്ടങ്ങളും നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട ഒരു വ്യക്തിയെയോ ഒരു സംഘം വ്യക്തികളെയോ ആണ് കാര്യനിർവഹണ വിഭാഗം എന്ന് അർത്ഥമാക്കുക. എന്താണ് കാര്യനിർവഹണ വിഭാഗം? അതായത് രാജ്യത്ത് എന്താണ്? നിയമനിർവഹണ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ നിയമങ്ങളും ചട്ടങ്ങളും നയങ്ങളും എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കണം. അല്ലേ? അപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ഉദ്യോഗസ്ഥർ വേണം. അല്ലേ? അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സംഘം വ്യക്തികളോ അല്ലെങ്കിൽ കുറേ ഉദ്യോഗസ്ഥരോ ഉണ്ടായിരിക്കണം. ഈ വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെ വരാം? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി വരുന്നു, പ്രധാനമന്ത്രി, പിന്നെ എന്താണ്? മന്ത്രിസഭ. അല്ലേ? ഇത്രയും വരുന്നുണ്ട്. ഇനി ദൈനംദിന ഭരണനിർവഹണം നടത്തുന്നത് ആരാണ്? നമ്മുടെ ഇതിൽ വരുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് ഒരു രാജ്യത്തിൻ്റെ ദൈനംദിന ഭരണനിർവഹണം നടത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഭരണത്തലവനും മന്ത്രിമാരും ഉൾപ്പെടുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവും ദൈനംദിന ഭരണനിർവഹണ വിഭാഗം ചുമതലയുള്ള സ്ഥിരം കാര്യനിർവഹണ വിഭാഗവും ഉൾക്കൊള്ളുന്നു. അതായത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയും. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണം നടത്തുന്നതിന് ചുമതലയുള്ള ഭരണത്തലവന്മാരുണ്ട്. പിന്നെ അതിലാണ് ഉൾപ്പെടുന്ന മന്ത്രിമാരും ഉൾപ്പെടുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം വരുന്നുണ്ട്. പിന്നെ ദൈനംദിന ഭരണനിർവഹണ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അവരുൾപ്പെടുന്ന സ്ഥിരം കാര്യനിർവഹണ വിഭാഗം. സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇല്ലേ? ഇനി നീതിന്യായ വിഭാഗം എന്താണ്? നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ചോദിച്ചാൽ ആരാണ്? നമ്മുടെ നീതിന്യായ വിഭാഗമാണ്. അല്ലേ? അപ്പം നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നോക്കുന്നതും ആര് തന്നെയാണ്? അവരൊക്കെ എല്ലാം കറക്റ്റായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് നോക്കി കാണുന്നതും ആരാണ്? നീതിന്യായ വിഭാഗമാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഭരണഘടന
ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുക. അതുകൊണ്ടതാണ് നീതിന്യായം നന്നായിട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതായത് നീതിന്യായത്തിൻ്റെ കാവലാൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നതും ആരാണ്? നീതിന്യായ വിഭാഗമാണ്. ഇനി എന്തൊക്കെയാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ, നിയമവാഴ്ച സംരക്ഷിക്കുക, നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക, വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജനാധിപത്യം ഒരു വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിമാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ജനാധിപത്യം ഒരു വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ സ്വേച്ഛാധിപത്യ ഭരണത്തിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഉറപ്പുവരുത്തുക ആരുടെ കടമയാണ്? നമ്മുടെ നീതിന്യായ വിഭാഗത്തിൻ്റെ കടമയാണ്. അങ്ങനെ ഈ ഒരു 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ ഇടാം. താങ്ക് യു.